നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ ഫീലിങ്സ് വരും, സിറ്റുവേഷൻ വരും, തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അത് വരും. പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഇവിടെ കിട്ടുന്ന കാർഡിൻ്റെ അതേ ഫലങ്ങളാണ് പറയുക. പ്രാർത്ഥിച്ചാണ് തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി മാത്രം ഇത് കേൾക്കുക. ഇനി നെഗറ്റീവായ റീഡിംഗ് ആണെങ്കിൽ നിങ്ങൾക്കത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചു തുടങ്ങുന്നത്. ഇവിടെ ഒരു മന്ത്രം ചൊല്ലും കാർഡുകളെല്ലാം കണ്ട ശേഷം. അപ്പോൾ അത് കേൾക്കുക. നിങ്ങളുടെ പേരോ നക്ഷത്രമോ ഡേറ്റ് ഓഫ് ബർത്തോ താഴെ കമൻറ്റ് കൊടുക്കുക. നിങ്ങളുടെ മാത്രം കാര്യമല്ല ഇവിടെ കേൾക്കുന്നത്, ഒരുപാട് പേരുടെ എനർജിയാണ്. നിങ്ങൾക്ക് മാത്രം കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. പേയ്മെൻ്റ് ഉണ്ട്. ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നോക്കാം. കറൻറ്റ് ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥത്തിലുള്ള ഫീലിംഗ് ആണ് നമ്മൾ നോക്കുന്നത്, മനസ്സാണ് നോക്കുന്നത്. ബാഹ്യമായി പല നെഗറ്റീവായിട്ട് പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ മനസ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പോയാലോ? വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ആദ്യത്തെ കാർഡ്. 3 കാലങ്ങളെ സൂചിപ്പിക്കുന്നതാണത്. ഭൂതം, ഭാവി, വർത്തമാനം. അപ്പോൾ പഴയ പ്രണയം, ഇപ്പോഴും തുടർന്ന് പോകുന്ന, ഭാവിയിലും കൂടെ ഉണ്ടാവുന്ന പ്രണയം. 6 ഓഫ് കപ്പാണ്. അത് ഓർമ്മകളെക്കുറിച്ചാണ് പറയുന്നത്. മജിഷ്യൻ, ഈ അടുത്ത് നിങ്ങൾക്ക് എന്തോ ഒരു നല്ല അനുഭവം ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഹെർമിറ്റ്, ഇപ്പോൾ വേർപാടിൻ്റെ വേദനയായിട്ട് തനിച്ച് യാത്രകളിലാണ്. നിങ്ങളുടെ പങ്കാളി ചാരിയേറ്റും വന്നിട്ടുണ്ട്, യാത്രകളിലാണ് എന്ന് പറയുന്നത്. ഇനി 10 സോഡ്സ് ആണ്, ട്രോമയാണ്. ഇതിനിടയിലൊരു കാർഡ് താഴെ വീണു കേട്ടോ, അത് നിങ്ങൾ കണ്ടോ എന്നറിയില്ല. 7 പെൻറ്റക്കളാണ്. പിന്നെ ഒരു കാർഡ് കൂടി എടുത്തു, 7 കപ്പാണ്. നക്ഷത്രങ്ങൾ അശ്വതി, മകം, തിരുവാതിര, ചിത്തിര, അനിഴം, തിരുവോണം, പൂരൂരുട്ടാതി. അപ്പോൾ ഇവിടെ കണ്ട ചില കാർഡുകൾ അനുസരിച്ചുള്ള നക്ഷത്രങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 7 3 തവണയാണ് വന്നിരിക്കുന്നത്. 6 വന്നിട്ടുണ്ട്, 10, 4, 9 വന്നിട്ടുണ്ട്, 1 വന്നിട്ടുണ്ട്. അപ്പം ഇതിൽ നമുക്ക് 1 3 തവണ വന്നതായിട്ട് കണക്കാക്കാം. ഏഞ്ചൽ നമ്പറാണ്. അനേക രൂപ വർണ്ണയിച്ച ശതശോധ സഹസ്രശ ഉത്പാദരൂപോ ജഗതാം പീഡാം ഹരതുമേ ശിഖിഹി. ഇവിടെ 3 കാലങ്ങളായിട്ട് നിങ്ങൾക്ക് തമ്മിൽ പരിചയമുണ്ടെന്ന് അറിയുന്നു. ഒരു പക്ഷേ മുജന്മങ്ങളിലെ, ഈ ജന്മങ്ങളിലെ അടുത്ത ജന്മം അതായിരിക്കാം. അല്ലെങ്കിൽ ഈ ജന്മത്തെ കാര്യമാണെങ്കിൽ നിങ്ങൾ പഴയ കാലം തൊട്ട്, ചെറിയ കുട്ടികളാവുമ്പോൾ തൊട്ട് അറിയുന്നവരായിരിക്കാം. അപ്പം മുതൽ പ്രണയിക്കുന്നവരായിരിക്കാം. ആ പ്രണയം തുടർന്ന് കൊണ്ടുപോകുന്നവരായിരിക്കാം. മുന്നോട്ടും അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം. 3 കാലങ്ങളെയാണ് കാണിക്കുന്നത്. ഭൂതം, ഭാവി, വർത്തമാനം. അതാണ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത്. പണ്ട് മുതലേ പ്രണയമാണെന്നല്ല ഞാൻ പറയുന്നത്. കുട്ടിക്കാലം മുതലേ കണ്ടു വളർന്ന ആൾക്കാർ വലുതാവുമ്പോൾ പ്രണയിക്കുക, അവരെ വിവാഹം കഴിക്കുക, അവർ മുന്നോട്ട് പോവുക. അങ്ങനത്തെ ആൾക്കാർ അപൂർവം ചിലരേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടി വരാം. ഇനി നിങ്ങൾ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്നത് ട്രോമയാണെങ്കിൽ അത് എൻഡാവാൻ പോകുന്നു എന്നാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. കുറച്ച് വെല്ലുവിളികളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഈ വ്യക്തിക്ക് ജോലിയിലത്തെ വെല്ലുവിളി പറയുന്നുണ്ട്, സാമ്പത്തികം പറയുന്നുണ്ട്, ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, പ്രണയത്തിലെ വിള്ളലുകൾ പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് ട്രോമയാണ് കാണുന്നത്. 10 സോഡ്സൊക്കെ ട്രോമയെ തന്നെയാണ് കാണിക്കുന്നത്. ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ അകന്ന് പോവേണ്ടി വന്നിരിക്കുകയാണ്. തനിച്ച് യാത്രകൾ ചെയ്യുന്നതിനെയാണ് ഹെർമിറ്റ് പറയുന്നത്. യാത്രയെക്കുറിച്ച് തന്നെയാണ് ചാരിയറ്റും ഹെർമിറ്റും പറയുന്നത്. ആദ്യത്തെ കാർഡ് പറയുന്നു, നിങ്ങൾ ഇതുവരെ എന്താണോ അനുഭവിച്ചത് അത് എന്താവാൻ പോകുന്നു എന്നാണ്. സന്തോഷത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറച്ച് ക്ലേശമാണ് വരാൻ പോകുന്നത്. ക്ലേശത്തിലാണ് നിങ്ങളിപ്പോൾ ഇതുവരെ കഴിഞ്ഞിരുന്നത് എങ്കിൽ അത് എന്താവാൻ പോവുകയാണ്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നതുകൊണ്ട് മുഴുവൻ ഭാഗ്യം, വിജയം, സന്തോഷം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ സ്കോർപിയോ ആണ് നിൽക്കുന്നത്, വിഷം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വിഷം എന്ന് പറഞ്ഞാൽ ടോക്സിക് ലവ് ആവാം, മറ്റുള്ള ഭാഗത്തു നിന്നുള്ള ചില പ്രശ്നങ്ങളാവാം. പല മേഖലയിൽ നിന്നും നമുക്ക് ഈ വിഷമം ഉണ്ടാവാമല്ലോ, മനസ്സിന് വിഷമം ഉണ്ടാവുന്ന കാര്യങ്ങൾ. അതാണ് വീൽ ഓഫ് ഫോർച്യൂൺ തരുന്ന മറ്റൊരു സന്ദേശം. ഇനി ഈ കിങ്ങിന് സ്നേഹം തരാൻ പറ്റുന്നില്ല. കയ്യിൽ പിടിച്ച കപ്പുമായിട്ടിരിക്കുന്ന കിങ്ങിനെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ കിങ്ങിന് ആഗ്രഹമുണ്ടെങ്കിലും നടക്കുന്നില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ കിങ് ഇങ്ങനെ വിരഹിയായിട്ട് അലഞ്ഞു തിരിയുന്നത്. കിങ് വാണ്ടാണെങ്കിൽ ഞാനത് പറയില്ല. കിങ് വാണ്ടാണെങ്കിൽ അയാൾ തരാത്തതാണ്.
അയാൾക്ക് സമയം കിട്ടിയാലും സന്ദർഭം കിട്ടിയാലും നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നൊരു അഹങ്കാരിയായ കിങ്ങാണ് അതിൽ നിൽക്കുന്നത്. എന്നാൽ ഇവിടെ കിങ് കപ്പാണ് വന്നിരിക്കുന്നത്. കിങ് കപ്പ് എന്ന് പറഞ്ഞാൽ തരാൻ കഴിയാത്തത് കൊണ്ടാണ്, സാഹചര്യം കൊണ്ടാണ്. ഈ കിങ്ങിന് നിങ്ങളെ സ്നേഹമാണ്. അപ്പുറത്തിരിക്കുന്നത് സ്ത്രീയാവാം പുരുഷനാവാം, അവർക്ക് നിങ്ങളെ സ്നേഹമാണ്. പക്ഷെ സാഹചര്യം അനുകൂലമല്ല. അതാണല്ലോ ഞാൻ പറഞ്ഞത്. സ്കോർപ്പിയോ ആണ് ഇവിടെ വന്നിരിക്കുന്നത്, വിഷം. അപ്പം നിങ്ങളുടെ ലൈഫിൽ കുറച്ച് ടോക്സിക്കായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു ഭാഗത്തു നിന്ന് മാത്രമല്ല, പല ഭാഗത്തു നിന്നാണ്. ഇവിടെ അങ്ങനെയുള്ള ഒരാളാണ് വന്നിരിക്കുന്നത്. ദാമ്പത്യത്തിൽ വിള്ളലുണ്ടാക്കും, പ്രണയത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കും, ഇരുവഴി പിരിക്കും, ജോലിയിൽ പ്രശ്നങ്ങളുണ്ടാക്കും, ബന്ധുക്കൾ ശത്രുക്കളായി മാറും, എനിമികൾ ഇവിടെ വന്നിട്ടുണ്ട്, പ്ലാനറ്റുകൾ. അപ്പം അതുപോലുള്ള ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. എന്നാൽ പ്രണയം സത്യസന്ധമായ പ്രണയമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഇത്ര വിഷമിക്കുന്നത്. നിങ്ങളാവാം അവരാവാം, രണ്ട് ഭാഗത്തിന് വേണ്ടിയിട്ടും ഓരോ കാർഡുകൾ വന്നിട്ടുണ്ട്. ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിയുകയാണ്, ലക്ഷ്യബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവേണ്ടി വന്നിരിക്കുകയാണ്, സാഹചര്യം കൊണ്ട് പോവേണ്ടി വന്നിരിക്കുകയാണ്. 10 സോഡ്സ് എന്ന് പറഞ്ഞാൽ കിടന്ന് കരയുന്ന ഒരാളാണ്. ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ ഈ സങ്കടം തീരാൻ അലയുന്ന ഒരാളാണ്. അപ്പോൾ ഇത് രണ്ടുപേർക്കും വേണ്ടി വന്നതാണ്. അപ്പം നിങ്ങൾക്കിടയിലെ പ്രണയത്തിന് പ്രശ്നമൊന്നുമില്ല. മീനം രാശിയാണ് വന്നിരിക്കുന്നത്. രണ്ടുപേര് ഡീപ്പ് ലവ് ആണ്. 3 കാലം എന്ന് പറഞ്ഞാൽ ഇന്നലെ, ഇന്ന്, നാളെ എന്നും വേണമെങ്കിൽ പറയാം, ദിവസങ്ങൾ തന്നെയാണെങ്കിൽ. അപ്പോൾ ഈ അടുത്ത് കണ്ടുമുട്ടിയവരാണ്, പ്രണയിച്ചവരാണെങ്കിലും ഇന്നും തുടർന്ന് പോകുന്നുണ്ട്. നാളെയും അത് വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴും വീൽ ഓഫ് ഫോർച്യൂൺ വരാം. നമ്മൾക്ക് ജന്മങ്ങളുടെ കണക്കെടുക്കാം, ഭൂതകാലത്തിൻ്റെ കണക്കെടുക്കാം, ഇന്നലെ എന്നും വേണമെങ്കിൽ പറയാം. അപ്പം ഇങ്ങനെയുള്ളൊരു പ്രണയമാണ്. നഷ്ടപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നതല്ല, അത്രയേ ഉള്ളൂ ഒരു വാക്കിൽ പറയാൻ. 7 എന്ന നമ്പർ 3 തവണ വന്നതുകൊണ്ട് തന്നെ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നിഗൂഢവും ആത്മീയവുമാണ് എന്ന് പറയുന്നത്. നിങ്ങൾ പണ്ട് മുതലേ ചേർക്കപ്പെട്ടവരാണ്, മുജ്ജന്മ ബന്ധമാണ്. അത് തന്നെയാണ് മീനം രാശി പറയുന്നത്. പക്ഷേ പല കള്ളത്തരങ്ങളും പല ചതികളും നിങ്ങൾക്കിടയിൽ നടക്കും. അത് നിങ്ങൾ രണ്ടുപേരും തമ്മിലാവണമെന്നില്ല, മറ്റൊരാളാവാം നിങ്ങളെ ചതിയിലൂടെ വേർപെടുത്തുക, അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് പ്രശ്നങ്ങളിൽ ചതി ഉണ്ടാവുക, സാമ്പത്തികമായിട്ടൊക്കെ തിരിമറി നടത്തുമ്പോൾ അവിടെ ചതി ഉണ്ടാവുക, അങ്ങനെയുള്ള പല കാര്യങ്ങൾ. ഇവിടെ മതം 2 എന്നാണ് പറയുന്നത്. ജാതിയോ മതമോ 2, അതൊരു പ്രശ്നമുണ്ട്. സാമ്പത്തികമായിട്ട് വല്ലാത്ത പ്രശ്നത്തിലാണ്, ലോണ് കടം ഒക്കെ ഉണ്ട്. കുന്നുപോലെയുള്ള കടാണ് ഇവിടെ നോക്കി നിൽക്കുന്നത്. ഇനി ജോലിയിൽ ആത്മാർത്ഥത എത്ര കാണിച്ചാലും അത് അംഗീകരിക്കില്ല, സാലറി ഒന്നും അതിനനുസരിച്ച് കിട്ടുന്നില്ല. അവിടെ അവർ തളർന്ന് നിൽക്കുകയാണ്. നിങ്ങളുടെ പങ്കാളി തനിച്ച് യാത്ര ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ യാത്രകളായിരിക്കാം അയാളുടെ ജോലി, അതും പറയാം. യാത്രകളിലൂടെ ജോലി ചെയ്യുന്ന ആളായിരിക്കാം. പല മേഖലയിലും യാത്രകളിലുള്ള ജോലിയുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് ധാരാളമുണ്ട്. ഓപ്ഷനുകളുണ്ട്. സിംഗിളാണെങ്കിൽ അവർക്ക് ഓപ്ഷനുകളുണ്ട്. എന്നാലും നിങ്ങളെ അല്ലാതെ മറ്റാരെയും അവർ തിരഞ്ഞെടുക്കില്ല, അത് മറ്റൊരു കാര്യം. ഓപ്ഷൻ മുന്നിലുണ്ടെന്നേ ഉള്ളൂ. ഇനി 6 കപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓഫീസിൽ ഒപ്പം വർക്ക് ചെയ്യുന്നവരാവാം, അല്ലെങ്കിൽ ഒപ്പം പഠിക്കുന്നവരാവാം, കണ്ട് പരിചയമുള്ളവരായിരിക്കുക. കണ്ണിൻ മുന്നിലുള്ളവരെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം നിങ്ങൾ അകലത്തിരിക്കുന്നവരാണെന്നല്ല ഇന്നത്തെ പ്രണയത്തിൽ വന്നിരിക്കുന്നത്. കണ്ട് ചുറ്റുവട്ടത്തുള്ള ആൾക്കാരാണ് രണ്ടുപേരും. അതുകൊണ്ടും സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കാം. കാണുന്നുണ്ടാവും, മിണ്ടാൻ പറ്റുന്നുണ്ടാവില്ല, മറ്റുള്ള ആൾക്കാരുടെ നിരീക്ഷണത്തിലായിരിക്കും. പങ്കാളികളുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ടും ഫോണിലൂടെ ഒന്നും സംസാരിക്കാൻ കഴിയില്ല. അങ്ങനെ നിങ്ങൾ നിവൃത്തികേടിലൂടെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നു, ഇതുവരെ എന്താണോ നിങ്ങൾ കഴിഞ്ഞു വന്നിരുന്നത്, അകന്നാണ് കഴിയുന്നതെങ്കിൽ അടുക്കാനുള്ള സമയമാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ഏത് സാഹചര്യമാണോ അതെന്താവുന്നു എന്ന് പറയുന്നത്. ഇനി അടുത്ത് പെരുമാറുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് അകലേണ്ടി വരുമെന്ന് പറയുന്നത്. നെഗറ്റീവ് പോസിറ്റീവ് മെസ്സേജുകളാണ് തരുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അകലാൻ സമയമായി. വളരെ അധികം അകന്നാണ് കഴിയുന്നത് എങ്കിൽ അടുക്കാൻ സമയമായി, റീയൂണിയന് സമയമായി. അപ്പം നിങ്ങൾക്ക് നെഗറ്റീവ് അനുഭവമാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കേണ്ട സമയമാണ്. സന്തോഷിക്കുന്നവരാണെങ്കിൽ കുറച്ച് സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. 2 മെസ്സേജ് ഞാൻ തന്നു. ഇനി ചാരിയറ്റാണ്. രണ്ടുപേരും ഇപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിച്ചു പോകാൻ കഴിയാത്തത് കൊണ്ടാണത്. വേദനയോടുകൂടി അകന്നു കഴിയുന്നവരെയാണ് കാണിക്കുന്നത്. ചുറ്റിനും ഒരുപാട് വിഷമാണല്ലോ കാണുന്നത്. വിഷലിപ്തമായ സാഹചര്യം, ബന്ധമല്ല, അതുകൊണ്ടുള്ള ട്രോമകൾ. പങ്കാളി തന്നെ ആയിരിക്കാം, കുടുംബമായിരിക്കാം, ജോലി, കടം, ഇതായിരിക്കാം.
മതമായിരിക്കാം, നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ, അത് വിഷലിപ്തമായ കാര്യങ്ങൾ എന്ന് സ്കോർപിയോ വന്നതുകൊണ്ടാണ് പറയുന്നത്. കുത്തിക്കൊണ്ടേയിരിക്കും. തേളെന്താ ചെയ്യുക? നമ്മളെ കുത്തിക്കൊണ്ടിരിക്കില്ലേ? അതുപോലെയാണ് പ്രശ്നങ്ങൾ ഇങ്ങനെ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് പ്രണയത്തിലല്ല, മറ്റുള്ള ഭാഗത്തു നിന്നാണ്. ശത്രുക്കൾ കൂടുതലായിരിക്കും. വൃശ്ചികം രാശി വന്നു കഴിഞ്ഞാൽ ശത്രുക്കളായിരിക്കും ചുറ്റിനും, നമ്മളറിയില്ല. അപ്പം നിങ്ങളോട് പറയുന്നത് ഒന്ന് സൂക്ഷിക്കാനാണ്. ചുറ്റിനും ശത്രുക്കളുണ്ട്. ഏതിലാണ് നിങ്ങളെ ട്രാപ്പിലാക്കാൻ ആൾക്കാർ കാത്തിരിക്കുന്നതെന്ന് അറിയില്ല. ജോലിന്ന് പറഞ്ഞു വിടാനാണോ, ഇനി ലോണും കടവും പെരുകിയിട്ട് ജപ്തി അതുപോലുള്ള കാര്യങ്ങളാണോ, മതം ഒരു പ്രശ്നമായിട്ട് മതത്തിലുള്ള ആൾക്കാരാണോ, വീട്ടുകാർ തന്നെ ഓപ്ഷൻ വെച്ചിട്ട് അതിലേക്ക് പോവാത്തതാണോ, പങ്കാളി ഉണ്ടായിട്ട് നിങ്ങളെ എതിർക്കുന്നതാണോ? ഈ കിങ്ങിന് ഈ കപ്പ് പകരാൻ കഴിയുന്നില്ല, സങ്കടമാണ്. 7 പെൻറ്റക്കിൾ പറയുന്നു ഒരുപാട് കടമുണ്ടെന്ന്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന്. ജോലിയിൽ എത്ര ആത്മാർത്ഥത കാണിച്ചാലും ഇവരെ മാറ്റി നിർത്തുകയാണ്, ഒറ്റപ്പെടുത്തുകയാണ് എന്നാണ്. ഇനി 7 കപ്പ് പറയുന്നു ഒരുപാട് ഓപ്ഷനുകളാണ് എന്ന്. ജോലിയിലായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിലെ പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലാവാം. ഓപ്ഷനുകൾ ഏത് മേഖലയിലും ഓപ്ഷനുകൾ ഉണ്ടാവാം. ഇനി 10 സോഡ്സ് പറയുന്നു ട്രോമയിലൂടെ തന്നെയാണ് നിങ്ങൾ ജീവിച്ചു പോകുന്നത് എന്ന്. ചാരിയറ്റ് പറയുന്നു മൂടാണ് എനർജി. അപ്പോൾ മനസ്സിൽ നല്ല പ്രണയമുണ്ട്, ചുറ്റിനും ഒരുപാട് അറിയാത്ത കാര്യങ്ങളും ശത്രുക്കളും ഉണ്ട് എന്നാണ്. വഞ്ചിക്കുന്നവരുണ്ട്, കള്ളം പറയുന്നവരുണ്ട്, മിഥ്യാധാരണകൾ ഉണ്ടാക്കുന്നവരുണ്ട്, ഗോസിപ്പ് പറഞ്ഞ് വരുത്തുന്നവരുണ്ട്, നിങ്ങളെ ചതിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സ്കോർപിയോ ഇവിടെയുണ്ട്. അതുപോലുള്ള കാര്യങ്ങളാണ്. ഹെർമിറ്റ് പറയുന്നു സങ്കടത്തോടു കൂടിയുള്ള യാത്രകൾ, വേർപാടിൻ്റെ ഹൃദയവേദന, ബ്രേക്കപ്പ് സിറ്റുവേഷൻ, ഹൃദയത്തിൽ കത്തിയിറക്കിയ പോലുള്ള സങ്കടമായിട്ട് കണ്ണീരുമായി നടക്കുന്ന ഒരു സന്യാസി. ഇവിടെ ദാരിദ്ര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് നല്ല ഡൗണായ ഒരാളാണ്, ദാരിദ്ര്യം കൊണ്ട് നടക്കുന്ന ഒരു സന്യാസിയാണ്. ഇനി 10 സോഡ്സ് പറയുന്നു മറ്റ് പ്രശ്നങ്ങൾ, ഒരുപാട് വേദന, പെയിൻഫുള്ളായ സിറ്റുവേഷൻ, സങ്കടകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. അത് നിങ്ങളും അവരുമാണ്, രണ്ടുപേരും സങ്കടത്തിലാണ്. ചുറ്റിനുമുള്ള കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ ദിവസം കാണുന്നവരാണെങ്കിൽ പോലും കണ്ടാലൊന്ന് നോക്കാൻ പോലും കഴിയാത്ത സാഹചര്യം, അത്രയും എതിർപ്പുകൾ 4 ഭാഗത്തുനിന്നും. കണ്ടിട്ട് പരിചയഭാവം നടിക്കാതെ പോണ്ടി വരിക, അതുപോലുള്ള സാഹചര്യം. ഇവിടെ കാണുന്നത് നിങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ കഴിയാത്ത വിധം മറ്റുള്ള ശത്രുക്കൾ 4 പുറം ഉണ്ട് എന്നാണ്. നിങ്ങളുടെ സാഹചര്യം പോലെയൊക്കെ എടുക്കുക. മതമാണോ, സാമ്പത്തികമാണോ, ജോലിയാണോ, കുടുംബമാണോ, പങ്കാളിയാണോ, എന്താണെങ്കിൽ അതുപോലെ എടുക്കുക. ഈ കാർഡ് മെമ്മറീസാണ് വന്നിരിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ കാണിച്ചു തരാം. റീകൺസിലേഷൻ, ഒരിക്കലും ഒന്നാവാൻ കഴിയാത്ത സോൾമേറ്റ്. കണ്ടോ, ഹെർമിറ്റിന് തുണയായിട്ടാണ് ഈ മെമ്മറീസ് എന്ന കാർഡ് വന്നിരിക്കുന്നത്. 6 കപ്പ്, ഹെർമിറ്റ്, 10 സോഡ്സ്, ഇതെല്ലാം ഓർമ്മകളെയാണ് കാണിക്കുന്നത്. ഓർമ്മയിൽ സങ്കടപ്പെടുക, ഓർമ്മ മാത്രമല്ല, സന്തോഷമല്ല. വീൽ ഓഫ് ഫോർച്യൂണ്, മജീഷ്യൻ, റീകൺസിലേഷൻ, ഇത് 3 പറയുന്നത് നിങ്ങൾക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു സമാഗമം, റീയൂണിയൻ ഉണ്ട് എന്നാണ്. അതൊരു സന്തോഷം. ഹെർമിറ്റും ചാരിയറ്റും യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. 2 കാർഡ് ഒരേ ബലങ്ങൾ തരുന്നതാണ്. അപ്പോൾ എടുത്തപ്പോൾ എല്ലാം എടുത്ത് കാണിച്ചു തന്നതാണ്. ഇതൊക്കെയാണ് നിങ്ങളുടെ അവസ്ഥ, സാഹചര്യം ഇതാണ്. 6 കപ്പ് ഓർമ്മകൾ ഇരിക്കുകയാണ് എന്നാണ്. 10 സോഡ്സ് ആ ഓർമ്മകൾ നിങ്ങളെ വല്ലാതെ പെയിൻഫുൾ സിറ്റുവേഷനിലാണ് കൊണ്ടുപോകുന്നത് എന്നാണ്. ഹെർമിറ്റ് ഹൃദയഭേദകമായ അവസ്ഥ, ഹാർട്ട് ബ്രേക്കാണ് എന്നാണ്. ഇനി കിങ് കപ്പ് പറയുന്നു തരാൻ കഴിയാത്ത പ്രണയം കൊണ്ട് അവരിങ്ങനെ വീർപ്പ് മുട്ടി കഴിയണമെന്ന്. അപ്പോൾ ഇവിടെ നിന്ന് കാണിക്കുന്നത് സ്നേഹമുള്ള 2 വ്യക്തികൾ സാഹചര്യം കൊണ്ട് അകന്നിരിക്കുകയാണ്. അല്ലാതെ നിങ്ങൾക്ക് തമ്മിൽ പാരയൊന്നുമില്ല, തേർഡ് പാർട്ടി ഒന്നുമില്ല. തേർഡ് പാർട്ടി ഉള്ളത് ഒരു പറ്റം ആൾക്കാരെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സാഹചര്യം. ഇനി നമുക്ക് ഹെൽത്ത്, കരിയർ നോക്കാം. ഗർഭാശയ, അണ്ഡാശയ, സ്തന ഫൈബ്രോയിഡുകൾ പറയുന്നുണ്ട്. സ്ത്രീകളിലെ അമിത ആർത്തവം പറയുന്നുണ്ട്. കുടൽ രോഗങ്ങൾ, ആമാശയ രോഗങ്ങൾ, ദഹനക്കേട്, വോമിറ്റിംഗ്, വയറുവേദന പറയുന്നുണ്ട്. ഇനി സ്കിന്നിൻ്റെ അലർജി പറയുന്നുണ്ട്. ബോഡി പെയിൻ, പനി പറയുന്നുണ്ട്. ആക്സിഡൻറ്റുകൾ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ബ്ലഡ് ലോസ് ആണ് പറയുന്നത്. ഇനി പക്ഷാഘാതം പറയുന്നുണ്ട്. ഇതൊക്കെയാണ് അസുഖമായിട്ട് വന്നിരിക്കുന്നത്. ഇനി ഒരു നെഗറ്റീവ് പറയാനുള്ളത് വെള്ളത്തിലെ അപകടവും സർപ്പദംശവും പറയുന്നുണ്ട്, ഒന്ന് സൂക്ഷിക്കണം.
ജോലി, നീതി, നിയമം ഒക്കെ പറയുന്നുണ്ട്. അധ്യാപകർ വന്നിട്ടുണ്ട്, മജിഷ്യൻ വന്നിട്ടുണ്ട്. മജിഷ്യൻ ഞാൻ എടുത്തു പറഞ്ഞില്ല അല്ലേ, നിങ്ങൾക്കൊരു മിറാക്കിൾ സംഭവിക്കാൻ പോകുന്നു, ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ മജിഷ്യൻ ജോലിയെക്കുറിച്ച് പറയുന്നത് മജിഷ്യൻ ആയിരിക്കുമെന്നാണ്. ഹോട്ടൽ വന്നിട്ടുണ്ട്, ബാങ്ക് വന്നിട്ടുണ്ട്, വാട്ടർ അതോറിറ്റി വന്നിട്ടുണ്ട്, സർക്കാർ ജോലികൾ വന്നിട്ടുണ്ട്. ഇനി പൊതുവായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിയമക്കുരുക്കുകൾ ഉണ്ടാവുമെന്ന് പറയുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ പിരിയാൻ നിൽക്കുന്നവരുണ്ട്, കോടതി കേസൊക്കെ പറയുന്നുണ്ട് ഇവിടെ. സർപ്പദംശം, വെള്ളത്തിലെ അപകടം ഞാൻ പറഞ്ഞുവല്ലോ. ഇനി ചില മിറാക്കിളുകൾ സംഭവിക്കുമെന്ന് അറിയുന്നത്. നല്ല നല്ല കാര്യങ്ങൾ നടക്കുമെന്നാണ്. അത്ഭുതങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നല്ല കാര്യങ്ങൾ നടക്കുമെന്നാണ്. തനിച്ചുള്ള യാത്രകൾ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് പൊതുവായ കാര്യങ്ങൾ. പങ്കാളിയിൽ നിന്നൊരു സന്ദേശം വരും എന്നുകൂടി പറയുന്നുണ്ട് കേട്ടോ, മജിഷ്യൻ വന്നതുകൊണ്ട്. പ്രണയ സന്ദേശം, അതായിരിക്കട്ടെ ആ മിറാക്കിൾ. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്സപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. 1000 രൂപ അടയ്ക്കുക. ഒരു വിഷയത്തിന് 3 ചോദ്യം ചോദിക്കുക. പരിഹാരം വേണമെങ്കിൽ അതിന് വേറെ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പം ചില ആൾക്കാർ 1000 രൂപ അടച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷം പരിഹാരം ഫ്രീ ആയിട്ട് വേണമെന്ന് പറയുന്നവരുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തന്നു നിങ്ങൾക്ക്. 11,500 രൂപ കൊടുക്കുമ്പോഴാണ് ഒരു മന്ത്രം പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെയൊക്കെയാണ് തുകകൾ വാങ്ങുന്നത്. 1000 രൂപ ഇന്ത്യക്ക് വെളിയിലുള്ളവർക്ക് ഞാനിപ്പോൾ കുറച്ചതാണ്. ആദ്യം 1500 വാങ്ങിയിരുന്നത്. എന്നിട്ട് ഇന്ത്യക്ക് വെളിയിലുള്ളവർ റീഡിങ് എടുത്ത ശേഷം ഫ്രീ ആയിട്ട് പരിഹാരം കൂടി പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പഴയതുപോലെ 1500 മാറ്റും. അപ്പം നല്ലത് ചെയ്യാൻ സമ്മതിക്കാത്ത ചില ആൾക്കാരുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഞാനൊരു മന്ത്രം പറഞ്ഞു തരുന്നുണ്ട്. 10,000 ചോദിക്കുന്നില്ല. അത് എത്ര ആൾക്ക് വേണമെങ്കിൽ കേൾക്കാം, എത്ര പ്രാവശ്യം വേണമെങ്കിൽ കേൾക്കാം. നിങ്ങൾക്കുള്ള ഏറ്റവും പവർഫുള്ളായ മന്ത്രങ്ങൾ, നവഗ്രഹങ്ങളുടെ, ദേവിയുടെ, ശിവൻ്റെ അങ്ങനെയുള്ള മന്ത്രങ്ങളാണ് ഞാൻ തരുന്നത്. അതിൽ കൂടുതൽ എന്നോട് ഫ്രീ ആയിട്ട് ഒന്നും ആവശ്യപ്പെടാതിരിക്കുക. അപ്പോൾ നാളെ ദീപാവലിയാണ്, എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ദീപങ്ങളുടെ ആവലി എന്ന് പറഞ്ഞാൽ ദീപങ്ങളുടെ നിര, കൂട്ടം എന്നാണ് അർത്ഥം. ഒന്ന് പറയുന്നത് സത്യഭാമ നരകാസുരനെ വധിച്ച ദിവസമാണ് എന്ന് പറയുന്നുണ്ട്. പാതാള രാവണനെ വധിച്ച ദിവസമാണെന്നും ഒരു ഐതിഹ്യമുണ്ട്. ഇനി മൂന്നാമത്തെ ഐതിഹ്യമായിട്ട് പറയുന്നത് ആശ്വിന മാസത്തിലെ ദശമി ദിവസമാണ് രാവണ നിഗ്രഹം ചെയ്തത് രാമൻ. അതിനുശേഷം കാർത്തിക മാസത്തിലെ ദീപാവലി ദിവസം, അമാവാസി ദിവസമാണ് അയോധ്യയിലെത്തിയത് എന്നും അന്നത്തെ ദിവസം അയോധ്യയിലത്തെ ജനങ്ങൾ ദീപങ്ങൾ വെച്ചിട്ടാണ് ശ്രീരാമനെ സ്വീകരിച്ചത് എന്നും ഒരു ആചാരം അല്ലെങ്കിൽ ആ ഒരു ഐതിഹ്യത്തിൻ്റെ പേരിലാണ് ദീപങ്ങൾ വെച്ചിട്ട് നമ്മൾ വീടുകളിൽ ഭഗവാനെ അല്ലെങ്കിൽ ദേവിയെ ആനയിക്കുന്നത്. ആ വിശ്വാസത്തിൻ്റെ പേരിലാണ്. അപ്പോൾ ഏത് വിശ്വാസത്തിലാണെങ്കിലും ദീപം എന്ന് പറഞ്ഞാൽ വെളിച്ചാണ്. തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിനെ വെളിച്ചം കൊണ്ട് മാത്രമേ നമുക്ക് നേരിടാൻ പറ്റൂ. അതാണ് അതിൻ്റെ സന്ദേശം. അപ്പോൾ എല്ലാവരും ദീപം കൊളുത്തി ഇരുട്ടിനെ അകറ്റാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിലും ആ വെളിച്ചം ഉണ്ടാവട്ടെ, ജീവിതത്തിലും ആ വെളിച്ചം ഉണ്ടാവട്ടെ. അപ്പോൾ തലേന്ന് തന്നെ നിങ്ങൾക്ക് ആശംസ നേരെയല്ല. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുക. പ്രൈവറ്റ് റീഡിംഗ് വേണമെങ്കിൽ എന്നെ സമീപിക്കുക. ഇനി നമുക്ക് ലവ് ഏഞ്ചൽ മെസ്സേജിലേക്ക് പോവാം. സുഹൃത്തുക്കൾ സഹായിക്കും എന്ന് പറയുന്നുണ്ട്. സുഹൃത്താണ് എന്നും പറയുന്നുണ്ട് പ്രണയിക്കുന്ന ആള്. ഫാമിലിയിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് ഇത്ര നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം എല്ലാം എൻ്റെ ആയിരിക്കുകയാണ്. ഡിസെപ്ഷൻ നടക്കുന്നുണ്ട്. നിങ്ങളെ വഞ്ചിക്കാൻ ഒരു പറ്റം ആൾക്കാർ ചുറ്റിനുമുണ്ട്. അതാണ് ഞാൻ സ്കോർപിയോ എന്ന് എടുത്തു പറയാൻ കാരണം. അത് വിഷമാണ്. അതിന് കുത്തി വെച്ചിട്ട് മറ്റുള്ളവരെ ഇല്ലാതാക്കാനേ സാധിക്കുള്ളൂ. അപ്പം ഈ കുത്തി വെക്കുന്നത് കള്ളം പറയലാവാം, മിഥ്യാധാരണകൾ ഉണ്ടാക്കലാവാം, വഞ്ചിക്കലാവാം, നിങ്ങളുടെ പേരൻസിനോട് കള്ളം പറഞ്ഞ് നിങ്ങളെ അകറ്റുന്നതുമാവാം. ഏത് വിധത്തിലാണ്, ഏത് വഴിക്കാണ് നിങ്ങൾക്ക് പണി തരണമെന്നാണോ ഈ ചുറ്റുമുള്ള വിഷയങ്ങൾ ആലോചിക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇത് എടുത്തു പറയാൻ കാരണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. നമുക്ക് അപ്പോൾ അവസാനത്തെ മെസ്സേജ് കൂടി ഒന്ന് നോക്കാം. കമ്മിറ്റ്മെൻറ്റ് തരണം എന്നുണ്ട്. അതാണ് കിങ് കപ്പ് പറഞ്ഞത്. ഐ മിസ് യു എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടുപേരും മിസ് ചെയ്യുന്നതാണ് ഹെർമിറ്റും 10 സോഡ്സും പറയുന്നത്. ഫ്ലർട്ട്. അപ്പോൾ എല്ലാ രീതിയിലും അടുത്തവരാണ്.
അപ്പം നിങ്ങൾക്ക് നല്ല പ്രണയമാണ് എന്നാണ് പറയുന്നത്. മുജന്മ ബന്ധമാണ്. മീനം രാശിയാണ്, സോൾമേറ്റ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മീനം രാശി സോൾമേറ്റിനെയാണ് പറയുന്നത്. ഇവിടെ കണ്ണനും രാധയുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും അടുക്കാൻ കഴിയാത്തവരും ഓർമ്മകളിൽ ഇരിക്കുന്ന രാധയും ഒന്നാവുന്ന ഭാര്യ ഭർത്താക്കന്മാരും എല്ലാം ഉണ്ട് ഇവിടെ. സിംഗിളുണ്ട്, കപ്പിളുണ്ട്, വിവാഹേതര ബന്ധം വേണമെങ്കിൽ പറയാം അല്ലേ. കണ്ണൻ വിവാഹം കഴിച്ച ആളാണ്, എന്നാൽ രാധ അവിവാഹിതയാണ്. അപ്പോൾ ഇതിലേത് ബന്ധവും ആവാം. ഇനി പറയാനുള്ളത്, വൈകിട്ട് ഇടുന്ന എഴുതിയ വീഡിയോ റിപ്പീറ്റായിട്ട് തന്നെയാണ് ഇടുന്നത്. ഇന്നലെ പുതിയതായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ ചില ദിവസമൊക്കെ ഞാൻ റിപ്പീറ്റായിട്ടാണ് ഇടുന്നത്. അതിൻ്റെ താഴെ വന്ന് കമൻ്റ് ഇടാതിരിക്കുക. നിങ്ങൾ എന്തിനാണ് ഈ കണ്ട വീഡിയോ കാണാൻ നിൽക്കുന്നത്? കണ്ടതാണെങ്കിൽ മാറിപ്പോവുക, കാണാത്തവർ കണ്ടോട്ടെ. താഴെ വന്ന് പാര വയ്ക്കാതിരിക്കുക. മാത്രമല്ല, രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്ക് വേണ്ടി ദിവസവും ചെയ്യുന്ന വീഡിയോ ഞാൻ ഇടുന്നുണ്ട്, അത് പോയി കാണുക. അതിൽ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്ക് തരുന്ന പുതിയ വീഡിയോ അല്ല നിങ്ങൾ കാണുന്നത്. റിപ്പീറ്റായി ഇടുന്ന വീഡിയോയ്ക്ക് 3000-4000 പേരാണ് വ്യൂ. രാവിലെ പുതിയത് പ്രാർത്ഥിച്ച് മന്ത്രം ചൊല്ലിയൊക്കെ ഇടുന്ന വീഡിയോ കിട്ടുന്ന എനർജി ഒക്കെ നിങ്ങൾക്ക് പകരുമ്പോൾ അതിന് 1500 പേരൊക്കെ കാണുന്നുള്ളൂ. അപ്പം നിങ്ങൾ തന്നെ ആലോചിക്കുക, നിങ്ങൾക്ക് ഏതാണ് എഫക്റ്റ് ആവുന്നതെന്ന്, എന്നിട്ട് തീരുമാനിക്കുക. ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ ഇനി എല്ലാവരും പോസിറ്റീവായിരിക്കുക, സന്തോഷത്തോടു കൂടി ഇരിക്കുക, ദീപാവലിക്ക് ആഘോഷിക്കുക, മധുരമൊക്കെ കഴിക്കുക, ധാരാളം വീട്ടിലൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ നാളെ ചിലപ്പോൾ ഈ ആശംസ ഉണ്ടാവില്ല, തലേന്ന് തന്നെ തരികയാണ്, അഡ്വാൻസ് ആയിട്ട് തരികയാണ്.